കർത്താവേ, ജീസസ് കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്ധിയിൽ വരുവാൻ തക്കവണ്ണം കർത്താവ് തന്ന വലിയ അവസരത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് അങ്ങയുടെ വചനത്തിലോട്ട് നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ മനസ്സിനെ കർത്താവെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാൻ കർത്താവ് സഹായിക്കണേ. താങ്ക് യു ലോർഡ്. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് റോമാലേഖനം 12-ാം അധ്യായം ഈ വാക്യമാണ് കർത്താവിനെ ഓർപ്പിച്ചത്. ആ വാക്യം ഒന്ന് വായിക്കാം. റോമർ 12-ന്റെ 1, 2, 3 കൂടെ വായിക്കാം. അത് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേഴ്സാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. ഈ 2 വാക്യം ആദ്യം നമുക്ക് ഈ 2 വാക്യം മാത്രം നോക്കാം. നമ്മള് ആക്ച്വലി ഇത് റോമാലേഖനം 12-ാം അധ്യായമാണല്ലോ. അപ്പം അതുകൊണ്ട് സഹോദരന്മാരെ therefore എന്ന ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് therefore, അല്ലെങ്കിൽ അതുകൊണ്ട് എന്ന് വെച്ചാൽ എന്തുവാ, ഇത്രയും കാര്യം പറഞ്ഞത് കൊണ്ട് എന്തോ പറഞ്ഞേ, റോമാലേഖനം 1-ന്റെ 11 വരെയുള്ള കാര്യങ്ങൾ, റോമാലേഖനം 1-ന്റെ 11 വരെയുള്ള കാര്യങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് therefore. അപ്പം ഈ റോമാലേഖനം 1-ന്റെ 1 തൊട്ട് 11 മുതൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ മനസ്സലിവിനെ പറ്റിയാ. ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ചിട്ട് നിങ്ങളോട് എന്താ പറയുന്നത്? അപ്പൊ ആക്ച്വലി റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമുക്കറിയാം, അതിൽ പറഞ്ഞിരിക്കുന്ന പോലെയായിരുന്നു നമ്മളെല്ലാം. ഒരു രീതിയിലും ദൈവത്തിന് 1-ലും 2-ലും 3-ലും ഒരു നീതിയും പ്രവർത്തിക്കാതെ ദൈവത്തിന് വിരോധമായി നടന്ന നമ്മളെയാണ് യേശു കർത്താവ് തന്റെ യാഗത്താൽ കർത്താവിനോട് അടുപ്പിച്ചു. ഞാൻ ഈ സംസാരിക്കുമ്പോൾ നമുക്ക് റോമർ 1, 2, 3 പല വാക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന വചനങ്ങളാ. റോമർ 8 ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ വരട്ടെ. റോമർ 7. അപ്പം ദൈവത്തിന്റെ മനസ്സലിവ് കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അതായത് യേശു കർത്താവിനെ സ്വീകരിക്കാനും യേശു കർത്താവിനെ എന്നോട് ചേർന്ന് ജീവിക്കാനും. അപ്പൊ ഇവിടെ 2 കാര്യം. എന്നാൽ അങ്ങനെയുള്ളവരോടാണ്, എന്ന് വെച്ചാൽ എന്നോടാണ് കർത്താവ് ഈ വചനത്തിൽ കൂടി പറയുക 2 കാര്യങ്ങളെ പറ്റി. ഒന്ന് ശരീരത്തെ പറ്റി, ഒന്നാം വാക്യത്തില്. 2 മനസ്സിനെ പറ്റി. ശരീരം എന്താ ചെയ്യേണ്ടത്, മനസ്സ് എന്താ ചെയ്യേണ്ടത്? മനസ്സിനെ അവിടെ ലാസ്റ്റ് വേഴ്സ് കണ്ടോ, 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിന്റെ ലാസ്റ്റ് ലൈൻ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട്. ശരീരത്തെ എന്താ ചെയ്യേണ്ടത്? അത് വായിക്കാം ഒന്നും കൂടെ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും. ഞാൻ ഈ വാക്യം ആലോചിച്ചപ്പോൾ ഞാൻ കർത്താവ് എന്നോട് പറഞ്ഞ വാക്യങ്ങളാണ് ഞാൻ ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ശരീരത്തെ പറ്റി ആലോചിച്ചു കഴിഞ്ഞാല് ആദ്യമായിട്ട് പറയുന്നത് ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗം. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്തൊക്കെയാ? പലതും നമ്മുടെ മൈൻഡ് പിന്നെ പറയാം. അപ്പൊ അതിനകത്ത് നമ്മുടെ വാക്കുകളും നമ്മുടെ ആക്ഷൻസും ഏറ്റവും കൂടുതൽ എല്ലാം കൂടെ ക്രോഡീകരിച്ചാൽ അതല്ലേ പറയുന്നത്, നമ്മുടെ വേർഡ്സ്, നമ്മുടെ ആക്ഷൻസ്. ഇത് ദൈവത്തിന് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും. ഞാൻ ഓർക്ക് വരുന്ന എങ്ങനെയാ നമ്മൾ പലപ്പോഴും 2 രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാ. അതായത് നമ്മൾ മറ്റുള്ളവർ കാണുമ്പോൾ ഒരു രീതിയിൽ, നമ്മുടെ സ്വന്തം ജീവിതം വേറൊരു രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വെളിയിൽ വേറൊരു രീതിയിൽ, കുടുംബങ്ങൾക്ക് അകത്ത് വേറൊരു രീതിയിൽ. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. ഞാൻ എന്നെ തന്നെ ഈ വാക്യം വായിക്കുമ്പോൾ എന്നെ പരിശോധിക്കുമായിരുന്നു. എങ്ങനെയാ നമ്മുടെ വാക്കുകളും, എങ്ങനെയാ നമ്മുടെ ആക്ഷൻസും, നമ്മുടെ പ്രവൃത്തികളും ബാക്കിയുള്ളവർ കാണുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ പറ്റി ഇങ്ങനെ കേൾക്കുമായിരുന്നു. അടുത്തറിയുന്ന ഒരാൾ പറയുക, ആ പുള്ളി ഫേക്കാ. അടുത്തറിയുന്ന ആളാ പറയുന്നത്, സ്വന്തം കൂടെ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയാണോ നമ്മുടെ തന്നെ കുടുംബാംഗങ്ങൾ നമ്മളെ പറ്റി പറയുന്നത്? അല്ലെങ്കിൽ നമ്മുടെ വേർഡ്സും നമ്മുടെ ആക്ഷൻസും എങ്ങനെയായിരിക്കണം? ദൈവം നമ്മളെ തന്നെ പരിശോധിക്കണം. നമ്മുടെ ശരീരത്തിന്റെ ആകത്തുക. ഈ ശരീരത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് 1 കൊരിന്ത്യർ 6-20 പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അവിടെ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരം, പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരം എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്
നിങ്ങളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുക. എന്തോ വില കൊടുത്തത്? തന്റെ തിരുരക്തം. അത് കൊടുത്ത് വിലയ്ക്ക് വാങ്ങി, അത്രയും പ്രൈസ് കൊടുത്താ വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ ശരീരത്തെ ഈ ശരീരത്തെ പിന്നെയും നമ്മൾ തിരിച്ച് ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി സമർപ്പിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ ഓർക്കുന്നത് നമ്മുടെ വാക്കുകളും നമ്മുടെ ആക്ഷൻസും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയും എന്തുകൊണ്ടാ പലപ്പോഴും നമുക്ക് തന്നെ സ്വീകാര്യമല്ലാതെ പോവാം. നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരവും കൂടെ ഒരുമിച്ച് ദൈവത്തിന് സമർപ്പിക്കണം. ഈ ശരീരം ഞാൻ ഓർക്കുമായിരുന്നു, ഈ 1 തൊട്ട് 11 വരെയുള്ള അധ്യായത്തിൽ എന്തോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും നമ്മൾ തന്നെ ഒരു ഫെയിലിയർ ആയിട്ട് തോന്നും, അല്ലേ? പക്ഷെ കർത്താവ് പറയുവാ, റോമർ 1 തൊട്ട് 11 വരെ നീ ഒന്ന് പരിശോധിച്ചേ. നീ അൺഗോഡ്ലി ആയിരുന്നു, ദൈവത്തിനോട് അകന്ന് ജീവിക്കുമായിരുന്നു. പക്ഷെ ഞാൻ നിനക്ക് എന്റെ നിന്നെ രൂപാന്തരപ്പെടുത്തി, നിനക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. റോമർ 8 അധ്യായം മുഴുവൻ വായിച്ചാല് he has given us an assurance that he will help us. He has said, ദൈവം പറഞ്ഞിരിക്കുക, എല്ലാം കർത്താവ് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. നമുക്ക് വലിയ ഫേമസ് ആയിട്ടുള്ള വേഴ്സല്ലേ ഞാൻ എപ്പോഴും എന്റെ ചെറുപ്പം തൊട്ട് ആലോചിക്കുന്ന, ഞാൻ ചെയ്ത മിസ്റ്റേക്സ് പോലും, ബ്ലണ്ടേഴ്സ് പോലും ഗോഡ് വിൽ കോസ് ടു കം ഔട്ട് ഫോർ ഗുഡ്. ഇതാ ദൈവത്തിന്റെ പ്രോമിസ്. അതായത് ഞാനൊരു മണ്ടത്തരം ചെയ്താൽ പോലും അത് ചിലപ്പോൾ ഞാൻ ഒരു വിശ്വാസിയോ ദൈവ മകൾ എന്ന നിലയ്ക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും ചിലപ്പോൾ ഞാൻ ചില സമയത്ത് ചെയ്തു പോകുന്നത്. കർത്താവിന്റെ പ്രോമിസാ, ഗോഡ് കോസസ് ഓൾ തിങ്സ് ടു വർക്ക് ടുഗദർ ഫോർ ഗുഡ്. എല്ലാ കാര്യങ്ങളും. അത് കഴിഞ്ഞ് റോമർ 8 അവസാനം വരുന്നുണ്ടേ, കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ പറ്റത്തില്ല ഒരു കാര്യത്തിനും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സെന്റൻസ് വായിക്കുമായിരുന്നു. ഇത്രയും നാളുമുള്ള മനസ്സലിവ്, അതായത് റോമർ 1 തൊട്ട് 11 വരെ ഒരു രീതിയിലും ദൈവത്തോട് എടുക്കാൻ യോഗ്യതയോ ഒന്നും ഇല്ലാത്ത എന്നെ ദൈവത്തിന്റെ മകളാക്കി തീർത്ത ആ മേഴ്സീസ്, വി മസ്റ്റ് ബിലീവ് ദാറ്റ് ദീസ് ഡിവൈൻ മേഴ്സീസ് ഹാവ് പെർസ്വേസീവ് പവേഴ്സ് ഓവർ അവർ വിൽസ്. നമ്മുടെ വില്ല് നമ്മൾ ചെയ്യാൻ ഇഷ്ടമുള്ള നമ്മളാണ് നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലെ? ആ വില്ലിന്റെ മേളിൽ ദൈവത്തിന് ഒരു പെർസ്വേസീവ് പവർ ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മള് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നത്. അപ്പൊ ഈ മനസ്സലിവ് നമ്മളെ പിന്നെയും ദൈവത്തിങ്കിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാ പൗലോസ് ഇവിടെ പറഞ്ഞത്. ഹോപ്പാ ഇവിടെ പൗലോസ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ആദ്യം നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് കംപ്ലീറ്റ് ആയിട്ട് സമർപ്പിക്കണം. ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും. നമ്മുടെ ഓരോ വാക്കും പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയുന്നതെന്ന് ആലോചിക്കണം. അതായത് ദൈവത്തിന്റെ അപ്രസാദമുള്ള രീതിയിലുള്ള വാക്കുകളാണോ? നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളാണോ? നമുക്ക് ഇവിടെ പൗലോസ് പറയുന്നത് ഐ ബിസീച്ച് അല്ലെങ്കിൽ ഐ പ്ലീഡ് വിത്ത് യു. മലയാളത്തിൽ അത് പ്രബോധിപ്പിക്കുന്നതെന്നാ. പക്ഷെ ആക്ച്വലി അതിന്റെ റൂട്ട് വേർഡ് നോക്കിയാൽ ഞാൻ കരഞ്ഞോണ്ട് ഞാൻ പറയുക, ഞാൻ അപേക്ഷിക്കുക, ഇങ്ങനെ ചെയ്യണേ. എന്നാൽ മാത്രമേ ദൈവത്തിന്റെ വില്ല്, ദൈവം ആഗ്രഹിക്കുന്ന ദൈവഹിതം നമ്മുടെ ജീവിതങ്ങളിൽ കൂടെ മുഴുവനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പറയുള്ളൂ. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന് ശരീരം, 2 മനസ്സ്. അപ്പൊ ശരീരത്തിൽ നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ വാക്കുകളും നമ്മുടെ ചെയ്തികളും. നമ്മളെ ഓരോ ആൾക്കാരോടും നമ്മൾ പറയുന്ന വാക്കുകൾ എങ്ങനെയാ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പുറമേ നല്ല വലിയൊരു എല്ലാവരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ സ്വന്തം വീട്ടിനകത്ത് എങ്ങനെയാ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്? അതാണ് ദൈവത്തിന്റെ ആക്ച്വലി നമ്മൾ ട്രൂ ആയിട്ട് ആരായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. അപ്പൊ കർത്താവ് പറയും, നമ്മൾ വിചാരിക്കുമോ എനിക്ക് എന്നെ ഇനിയും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്തു തെറ്റിപ്പോയി, ഞാൻ ഒരു ഫെയിലിയർ. ഇല്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ മനസ്സലിവ് നമ്മളെ പിന്തുടരുക. അതായത് റോമർ 1, 10, 11 വരെ എങ്ങനെ പിന്തുടർന്നോ അത് തന്നെ അത് പ്രാക്ടിക്കൽ ലൈഫില് 12ാം അധ്യായത്തില് ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നമ്മളെ പ്രബോധിപ്പിക്കുക എന്നാ പറയുന്നത്. അപ്പം ഇത് ഒരു ബേൺഡ് ഓഫറിംഗ് ആയിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ബേൺഡ് ഓഫറിംഗ് എന്ന് പറഞ്ഞാല് ആ യാഗങ്ങളെ പറ്റി പറയുമ്പോൾ ദഹനയാഗം. ബാക്കി എല്ലാ യാഗങ്ങളിലും ആ പുരോഹിതനും കൂടെ ഒരു പാർട്ട് ഉണ്ടായിരുന്നു. അതായത് അതിന്റെ മേധസ്സൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ഫ്ലഷ് പുരോഹിതനും കൂടെ കഴിക്കായിരുന്നു. പക്ഷെ ദഹനയാഗമായിട്ട് അല്ലെങ്കിൽ ബേൺഡ് ഓഫറിംഗ് ആയിട്ട് കഴിക്കുമ്പോൾ അത് ഫുള്ളി ദൈവത്തിനുള്ളതാണ്. ഒന്നും പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ, നമുക്ക് വെക്കാൻ പറ്റില്ല. കർത്താവ് പറയുക അങ്ങനെ ഒരു യാഗം ബേൺഡ് ഓഫറിംഗ് ആയിട്ട് ഫുള്ളി ടു ഗോഡ് വെക്കാനാ പറയുന്നത്.
അപ്പൊ ഇതിനകത്ത് ഒരു 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 കാര്യം എന്റെ മനസ്സിൽ വന്നത്, പലപ്പോഴും നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. എങ്ങനെയാണ് നമ്മൾ ബേൺഡ് ഓഫറിംഗ് ആക്കാൻ പറ്റുന്നത്? അതായത് നമ്മളൊരു അഭിപ്രായം മറ്റുള്ളവരോട് പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞു, ആ അഭിപ്രായം പറയുന്നുണ്ടെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പം നമ്മൾ വേറൊരാൾ ഒരു ബെറ്റർ അഭിപ്രായം പറയുമായിരിക്കും. അപ്പൊ നമുക്ക് ഇഫ് യു ഫീൽ ബാഡ്, ഇഫ് യു ഫീൽ ഹേർട്ട്, അതിന്റെ അത് നമുക്ക് എന്റെ ഇത് ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ എന്ന് തോന്നി നമ്മൾ അതിനെ മറികടന്ന് മറ്റുള്ളവര് മറികടന്ന് നമ്മൾ എന്റെ അഭിപ്രായം തന്നെ നടക്കണം, ഇല്ലെങ്കിൽ എനിക്ക് പ്രയാസമാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടന്നാൽ അതിന്റെ അർത്ഥം നമ്മൾ ദഹനയാഗമായിട്ട് ദൈവസന്നിധിയിൽ കൊടുത്തില്ല. കർത്താവിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം എങ്ങനെയാ കർത്താവ് ജീവിച്ചതെന്ന്. നമുക്ക് അത്രയും പറയാൻ സമയമില്ലല്ലോ. ഒരു വാക്യം മാത്രം വായിക്കാം. ഗലാത്യർ 5:13. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? ഗലാത്യർ 5:13, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. സ്നേഹത്താൽ, അത് കഴിഞ്ഞ് സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിന്ന. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു വാക്കാ. ഞാൻ മറ്റൊരാളിന്റെ ബോണ്ട് സെർവന്റാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആക്ച്വലി ഞാൻ എന്റെ അവസരം മാറ്റിയിട്ട് വേറൊരാൾക്ക് അതിനൊരു അവസരം കൊടുത്തു. അതുകൊണ്ട് എനിക്ക് അന്നത്തെ ദിവസം തന്നെ വന്ന ബ്ലെസ്സിങ് എനിക്ക് പറയാൻ പറ്റും. നമ്മളെപ്പോഴും എന്താ വിചാരിക്കുന്നത്? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നടക്കണം, നമ്മൾ ചെയ്ത കാര്യങ്ങൾ നടക്കണം. ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നൊരു വാക്യം കൂടെ വായിക്കാം. 2:4. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, ഓക്കെ, ഒന്നുതൊട്ട് വായിക്കാം, എന്നാലേ അതിന്റെ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ, ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ പറയുന്നതാണ് കറക്റ്റ്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. ഇതാ ഏറ്റവും വലിയ പ്രയോജനം, ഏറ്റവും വലിയ ക്രിസ്തുവേശുവിന്റെ ഭാവമാണ് അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ സെർവന്റ്. ഞാൻ എപ്പോഴും കർത്താവിനോട് ഞാൻ കൃപ ചോദിക്കും, കർത്താവ് എനിക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് കൃപ തരണേ. വളരെ ബ്ലെസ്സഡ് അങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ ഇന്ന ആളുടെ സെർവന്റ്, അപ്പൊ എനിക്ക് ലാസ്റ്റ് പ്ലേസ് മതി. എനിക്ക് ഏറ്റവും ആദ്യത്തെ പൊസിഷൻ എനിക്ക് ആഗ്രഹം ഇല്ല. ഞാൻ പറയുന്ന അഭിപ്രായം മറ്റുള്ളവർ സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ അങ്ങനെ സമർപ്പിക്കുമ്പം ദൈവത്തിന്റെ ആലോചന എന്റെ കുടുംബത്തില്, എന്റെ ജോലിയില്, എല്ലാത്തിലും വരും. ഞാൻ എന്നെ തന്നെ താഴ്ത്തുമ്പോൾ. ഇനി നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങള് സൺഡേ മീറ്റിംഗില് ഒരു കാര്യം പറഞ്ഞു. ഏറ്റവും ഓരോ സഭയിലെ ഓരോരുത്തരും ഡിഫറെന്റ് റോൾസിന്റെ കാര്യം പൗലോസ് പരിശുദ്ധാത്മാവിൽ പഠിപ്പിക്കുന്ന കാര്യം ഞങ്ങൾക്ക് പറഞ്ഞപ്പോൾ, അതിനകത്ത് പഠിപ്പിച്ചപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞു. എല്ലാ അവയവവും നമ്മുടെ ശരീരം എടുത്താൽ കൈയിനെ കാണാം അല്ലെ, പക്ഷെ എന്റെ ഹൃദയത്തിനെ കാണാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി എന്റെ കൈ അങ്ങ് വെട്ടിപ്പോയാലും എനിക്ക് ജീവിക്കാൻ പറ്റും. ബട്ട് ഹൃദയം പോയാൽ ജീവിക്കാൻ പറ്റുമോ? ആക്ച്വലി ഹൃദയമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ? പക്ഷെ ഹൃദയത്തിനെ നമ്മൾ കാണുന്നുണ്ടോ? അപ്പൊ ദൈവം സഭയില് ചില ആൾക്കാരെ വെച്ചിട്ടുണ്ട്, അവരെ നമ്മൾ പുറത്തോട്ട് കാണത്തു പോലും ഇല്ല. പക്ഷെ അവരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും, അവരുടെ ജീവിത മാതൃക കൊണ്ടായിരിക്കും അനേകർ കർത്താവിനെ അറിയാൻ പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗൻ, അതെന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. വ്യാഴാഴ്ചത്തെ ഞങ്ങളുടെ തിരിച്ചുള്ള ബൈബിൾ സ്റ്റഡിയിൽ പിന്നെ അത് എടുത്തു പറഞ്ഞു. അതായത് ഹാർട്ട് അകത്താന്ന്. ഞാൻ ഓർക്കുമായിരുന്നു, കർത്താവെ അങ്ങനെ ആഗ്രഹിക്കാൻ എന്നെ സഹായിക്കണമേ. എന്നെ ആരും അംഗീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് എനിക്ക് തന്ന റോള് ഞാൻ ഫുൾഫിൽ ചെയ്താൽ മതി. ഈ ഒരു കാര്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. നമുക്ക് ആ രണ്ടാമത്തെ ഭാഗം വായിക്കാം. നമ്മൾ റോമർ 12 വായിക്കുന്നത്. അതിനകത്ത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. മനസ്സ് പുതുക്കേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും നമ്മുടെ ചിന്തകളാണ് നമുക്ക് എതിരായിട്ട് വരുന്നത്. മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ രൂപാന്തരപ്പെടുക എന്നുള്ള അതേ ഒറിജിനൽ വാക്കാണ് മർക്കോസ് 9:20 ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രൂപാന്തരം, മർക്കോസ് 9 രൂപാന്തരം എന്തോ നമുക്ക് നോക്കാം. മർക്കോസ് 9 2-2 വാക്യം.
6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. കർത്താവിന്റെ ഈ രൂപാന്തരത്തെ പറ്റി നമ്മൾക്ക് അറിയാം അല്ലെ? ഇതേ വാക്കാണ് ഈ ഒറിജിനലില് ഇവിടെ മനസ്സ് പുതുക്കുന്ന കാര്യം. മനസ്സ് പുതുക്കുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റാ. മനസ്സ് പുതുക്കാനായിട്ട് നമ്മുടെ മനസ്സ് പുതുക്കി കഴിയുമ്പോൾ നമുക്ക് പിന്നെ വിഷമം എന്ന് പറഞ്ഞൊരു ചിലപ്പോഴൊക്കെ ചിലരെന്നോട് ചോദിക്കും, ആന്റി എങ്ങനെയുണ്ട്, ആക്ച്വലി ഹൗ ആർ യു? എനിക്ക് ആക്ച്വലി ചിന്തിക്കാൻ പറ്റുന്നത്, ഞാൻ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ എല്ലാ കുറവുകളും മാറ്റി അങ്ങനെ ജീവിക്കും. വളരെ ഒരു വിക്ടോറിയസ് ലൈഫാണ് ഞാൻ എന്നെ തന്നെ ചിന്തിച്ച് ഞാൻ പറയാറുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. കാരണം അത് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് പറയുന്നതല്ല, അങ്ങനെ എൻ്റെ ജീവിതം ആകുള്ളൂ. കാരണം ഞാൻ ദൈവത്തിന്റെ മകളാണല്ലോ. ഒരു വാക്യം കൂടെ വായിക്കാം, 2 കൊരിന്ത്യർ 3:18. ആരെങ്കിലും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാല് ചിലപ്പോൾ ശാരീരികമായിട്ട് ക്ഷീണം കാണുമായിരിക്കും, മാനസികമായിട്ട് തകർക്കുന്ന അവസ്ഥകൾ കാണുമായിരിക്കും. പക്ഷെ അതെല്ലാം കർത്താവ് നന്മയ്ക്കായിട്ടും കർത്താവ് ബ്ലെസ്സിങ് ആയിട്ടും കൊണ്ടുവരുമ്പോൾ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? 2 കൊരിന്ത്യർ 3:18 നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേഴ്സ്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ആക്ച്വലി ഇതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ ഇമേജ് നമ്മുടെ മുഖത്ത് കാണുവാനായിട്ട് ആൾക്കാർ നമ്മളെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കർത്താവിന്റെ ഇമേജ് കണ്ട് നമ്മുടെ രൂപാന്തരം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? രൂപാന്തരപ്പെടുന്നു എന്ന് വെച്ചാൽ വി ആർ ബീയിങ് ട്രാൻസ്ഫോം ഫ്രം ഗ്ലോറി ടു ഗ്ലോറി എന്ന. ഇന്ന് നമ്മളങ്ങ് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആയി എന്നല്ല, വി ആർ ബീയിങ് ട്രാൻസ്ഫോം. ആ ഗ്ലോറി നമ്മുടെ മുഖത്ത് കാണുമ്പോൾ ആൾക്കാർ കർത്താവിനെ, എനിക്ക് കർത്താവിനെ കാണണം, കർത്താവിനെ കാണുന്നത് നമ്മളെ അല്ല. അപ്പൊ അത് ആ ഗ്ലോറിയസ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ തന്നെ നമ്മൾ ആദ്യം വായിച്ച വാക്യത്തില് റോമർ 12 ബൈ ദ റിന്യൂയിങ് ഓഫ് യുവർ മൈൻഡ്. നമ്മൾ ഈ കർത്താവിന്റെ വചനം അനുസരിച്ച് നമ്മൾ റിന്യൂ ചെയ്യണം. ഡെയിലി ഒരു റിന്യൂവൽ നമുക്ക് ആവശ്യം, മൊമെന്ററി. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ദൈവത്തിന്റെ ഹിതം ഇന്ന് നമ്മൾ തിരിച്ചറിയും. അതാ 2-ാം വേഴ്സിന്റെ തുടക്കം. ഈ ലോകത്തിൽ അനുരൂപമാകാതെ, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിന് അനുരൂപമാകുക ചെയ്യുന്നത്. അതായത് ഈ ലോകത്തിലെ മനുഷ്യർ പറയുന്ന പോലെ നമ്മൾ ഈ പറയുന്നത് നമ്മുടെ സാധാരണ നമ്മുടെ വാക്കുകളാണെങ്കിൽ, പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി. അപ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ കൂടി മനസ്സിലാവുന്നത്. വി വിൽ ലിവ് ഔട്ട്, ദിസ് ഇസ് ദ റിസൾട്ട് ഓഫ് ദിസ്. We prove the good, acceptable and perfect will of God. Good, acceptable. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയണം എന്നല്ലേ നമ്മളുടെ ആഗ്രഹം? നമ്മുടെ ജീവിതത്തിൽ നടക്കണം എന്നല്ലേ നമ്മുടെ കാരണം ദൈവത്തിന്റെ ഹിതമല്ലേ ഏറ്റവും ബെസ്റ്റ്. അതിന് നമ്മൾ ഈ 2 കാര്യവും ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ ഒരു വൊളിഷൻ, നമ്മുടെ വില്ല്, നമ്മുടെ ഹിതം നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മളെ ദഹനയാഗമായിട്ട് സമർപ്പിക്കണം. നമ്മുടെ വാക്കുകള്, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ മനസ്സ്, ഈ 3 കാര്യങ്ങളും നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം. നമുക്ക് ഏറ്റവും ഇതിനകത്ത് നമുക്ക് എപ്പോഴും പ്രശ്നമുള്ളത് റിലേഷൻഷിപ്സിലുള്ള പ്രശ്നമാണല്ലോ. അതല്ലേ നമ്മുടെ കുടുംബത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവേ, ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്ന എൻ്റെ ഹസ്ബൻഡിന്റെ, അല്ലെങ്കിൽ എൻ്റെ മക്കളെ, അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളുടെ സെർവൻ്റാ. കർത്താവ് അങ്ങനെയല്ലേ ചെയ്തത്? ഒരു സെർവൻ്റ് ആയിട്ടല്ലേ വന്ന്, ദാസനായിട്ടല്ലേ വന്നേ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആദ്യം നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഉടനെ ദേഷ്യമാണ് വരുന്നത്. ആ ദേഷ്യത്തിനെ നമ്മൾ, കർത്താവേ, ഞാൻ ഈ ആളുടെ, എൻ്റെ മകളുടെ സെർവൻ്റാ, എനിക്ക് എങ്ങനെ സ്നേഹത്തിൽ അവളെ സേവിക്കാൻ പറ്റും? ഈ ചിന്ത ദൈവം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാമോ? കർത്താവേ, പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ വചനം കേൾക്കാൻ തന്ന സമയത്തിന് നന്ദി പറഞ്ഞു കർത്താവേ. കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കുറവുകൾ ഉള്ള കാര്യങ്ങളാണ് കർത്താവെ കേട്ടത്. കർത്താവെ, അതിനിയും ദിവസങ്ങളിൽ കർത്താവിന് കൂടുതൽ പ്രയോജനമുള്ളവരായിട്ട് ആ കേട്ട വചനം കൊത്തവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സ് ഒതുക്കി രൂപാന്തരപ്പെടുത്ത അവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ഹിതം
ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. പ്രിയദാസികളും കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പിന്നെ ദിവസങ്ങളിൽ കേട്ട വചനം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തരം പേരെ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് വചനം കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇപ്പൊ ഞങ്ങൾ പിരിയുന്നു. പിരിയാത്ത സ്ഥാനത്ത് ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിലേക്ക് സ്തോത്രം. എല്ലാം ഈ താഴ്മ വീക്ഷണങ്ങളോട് കേൾക്കണമേ. ആമേൻ. Amen. Praise the Lord.